ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 20 കോടിയോളം രൂപയുമായി യുവതി മുങ്ങി. തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായ ധന്യ മോഹനാണ് പണവുമായി കടന്നുകളഞ്ഞത്. കമ്പനിയിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്. ധന്യ മോഹന്റെ വലപ്പാട്ടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. അക്യൂസ്ഡ് മണപ്പുറം ഫിനാൻസ് കോർപ്പറേഷൻ്റെ അലിഗേഷൻ പ്രകാരം അവർ തന്നെ അലിഗേഷൻ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിൽ ഏകദേശം 20 കോടി രൂപ തട്ടിപ്പാണ് ചെയ്തത്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി അന്വേഷിച്ചപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻ നമുക്ക് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അക്യൂസ്ഡ് അബ്സ്കോണ്ടിങ് ആണ്. അവർക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി പോലീസ് നടപടി എടുക്കുന്നുണ്ട്. ഈ അക്യൂസ്ഡ് ആക്ച്വലി ടെക്നിക്കൽ ലീഡായിരുന്നു. സോ ടെക്നിക്കൽ സൈഡ് ബാക്ക് എൻഡുള്ള എല്ലാ അതോറിറ്റി ഈ ലേഡീനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോയിട്ട് ഡേറ്റ കറക്റ്റ് ചെയ്യാൻ ലേഡീനെ സാധിച്ചു. അതുകൊണ്ട് മണപ്പുറം ഓണേഴ്സ്ക്ക് ഇത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായി ഡീറ്റെയിൽസ് പുറത്തു വരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ജെയ്സൺ ചാമോളപ്പിൽ 1-2 വർഷമായി അവിടെ ജോലി ചെയ്യുന്ന ഒരാളല്ലല്ലോ ഈ യുവതി. 10-18 വർഷമായി അവിടുത്തെ ജീവനക്കാരിയാണ്. 2019 മുതൽ അച്ഛൻ്റെയും സഹോദരൻ്റെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് വായ്പയുടെ പേരിൽ ഈ പണം മറിച്ചത് അവരിതുവരെയും അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? സുജിയ, പ്രധാനമായും മണപ്പുറം ഗ്രൂപ്പിന് കീഴിലുള്ള മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൻ്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു ഈ പറയുന്ന ധന്യ. കൊല്ലം സ്വദേശിനിയാണ്. ഇവരുടെ വീട്ടിൽ ഇപ്പോൾ വലപ്പാടുള്ള ഇവരുടെ വീട്ടിൽ പോലീസ് പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷമായി വളരെ ആസൂത്രിതമായി നടത്തിയ അതിഭീകരമായൊരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 20 കോടി രൂപയോളം ഒരു സ്ഥാപനത്തിൽ നിന്നും വളരെ ആസൂത്രിതമായി ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി മോഷ്ടിച്ചു കടത്തിയെന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ 5 വർഷമായി വ്യാജ ഐഡികളുണ്ടാക്കി, വ്യാജ അക്കൗണ്ടുകളുണ്ടാക്കി അതിലേക്ക് ലോൺ എന്ന രീതിയിൽ പണം ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് ഇവരുടെയും ബന്ധുക്കളുടെയൊക്കെ പേരിലേക്ക് അത് തിരിച്ചു മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഈ കാലത്തിനിടയ്ക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 20 കോടി രൂപയോളം വളരെ സുരക്ഷിതമായി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അവർ കടത്തി. അവസാനമാണ് ഇത് സംബന്ധിച്ച ഒരു സംശയം തോന്നുകയും പിന്നീട് മണപ്പുറം തന്നെ പോലീസിൽ പരാതി നൽകിയും അതിനിടയിൽ ഇവർ പിടിക്കപ്പെടുമെന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ഇവർ ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവർ മുങ്ങിയിരിക്കുന്നു. ജെയ്സൺ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ജെയ്സൺ ചാമോളപ്പിൽ ഇങ്ങനെ ഒരു 10-18 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഈ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നുള്ള ട്രാൻസ്ഫർ അത് അച്ഛൻ്റെയും സഹോദരൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കാണ് നടത്തിയത്. ഈ പണമൊക്കെ ഇവർ ഉപയോഗിച്ചോ? വസ്തുവൊക്കെ വാങ്ങിയോ? ഇവർ വസ്തു വാങ്ങിയിട്ടുണ്ട്, ആഡംബരമായ ജീവിതം നയിച്ചിട്ടുണ്ട്, പല സ്ഥലത്തിലും ഭൂമി ഇവർ വാങ്ങിയിട്ടുണ്ട്. ബന്ധുക്കളുടെയും ഇവരുടെയും ബന്ധുക്കളുടെയൊക്കെ പേരിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോൾ വ്യാപകമാക്കിയിട്ടുണ്ട്. നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ഈ 18 വർഷം വളരെ വിശ്വസ്തയായി പണിയെടുക്കുകയും ആ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇത്രയും ആസൂത്രിതമായി പണം തട്ടുകയും ചെയ്തിട്ടും അത് യാതൊരു സംശയവും പുറത്ത് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ 20 കോടി രൂപ തട്ടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷമാണ് ഇത്തരത്തിലുള്ള വലിയ ഫ്രോഡ് അവർ നടത്തിയത്. പണം ഡിജിറ്റലായി തന്നെയാണ് കൈമാറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം പോലീസിന് എളുപ്പമാണ്. പക്ഷേ ഇവരെ കണ്ടെത്തുക എന്നതാണ് ഇനിയൊരു പ്രയാസകരമായ കാര്യം. അതിനുവേണ്ടിയുള്ള ഒരു ടീമിനെ പോലീസ് ഇപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ കീഴിലായിരിക്കും കൊടുങ്ങല്ലൂർ ACP ആയ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധനകാര്യ സ്ഥാപനമാണ്. ആ തെരച്ചിലിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ തെരച്ചിലിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ വലപ്പാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 18 വർഷമായി ഒരേ സ്ഥലത്ത് തന്നെയാണോ? ഈ തിരുപ്പഴഞ്ചേരി ആ ഭാഗത്ത് എവിടെയോ ആണല്ലോ ഇവർ താമസിച്ചിരുന്നത്. അവിടെ തന്നെയായിരുന്നോ? ആ വീട്ടിലാണോ പരിശോധന നടത്തുന്നത്? അതോ തിരുമുല്ലവാരത്തും സമാന്തരമായുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ വലപ്പാട് അവർ താമസിച്ചിരുന്ന വീട്ടിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ഇത് വലപ്പാടാണ് ഈ മണപ്പുറം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം
വലപ്പാട് കേന്ദ്രീകരിച്ചാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് തന്നെ. അതിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇവർ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവിടുത്തെ ഒരു മാനേജർ തസ്തികയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇവർ ഒരു വിശ്വസ്തയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ ഇവർ കഴിഞ്ഞതെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തമിഴ്നാടും കർണാടകയും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ ബന്ധുവീടുകളിലും മറ്റു ജില്ലകളിലുള്ള ബന്ധുവീടുകളിൽ കൊല്ലത്താണ് ഇവരെ സ്വദേശം. അവിടെ ഉൾപ്പെടെ വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സുജയ, ഇതിന് ഇവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കാരണം ഈ ഡിജി പേഴ്സണൽ ലോൺ അക്കൗണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരിക്കലും ഒരാൾ മാത്രമായിരിക്കില്ലല്ലോ. ആ സ്ഥാപനത്തിൽ തന്നെയുള്ള മറ്റാളുകൾക്കും ഈ തട്ടിപ്പിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ടോ? തട്ടിപ്പിന്റെ കണ്ണികൾ ഇനിയും ആ സ്ഥാപനത്തിൽ അവശേഷിക്കുന്നുണ്ടോ? അവരാണോ രക്ഷിക്കാനായി ഈ ദേഹാസ്വാസ്ഥ്യത്തിലൂടെയൊക്കെ പുറത്തേക്ക് കടക്കാനുള്ള വഴിയൊരുക്കി കൊടുത്തത്? നിലവിൽ സ്ഥാപനത്തിൽ മറ്റൊരാൾ കൂടി പങ്കുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. അത്തരത്തിലുള്ള ഒരു സൂചനയും പോലീസ് നൽകുന്നില്ല. പക്ഷേ ഈ സ്ഥാപനത്തിന് പുറത്ത് ഇവരെ സഹായിച്ചിരുന്നവരുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഇവർ മാത്രം ഒറ്റയ്ക്കല്ല അത് ചെയ്തിരിക്കുന്നു, ഇവർക്കൊരു കൂട്ടാളികളുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഈ പണം അല്ലാതെ ഇത്രയും വലിയ ഒരു എമൗണ്ട് 1-2 കോടിയല്ല, 20 കോടി രൂപയോളം തട്ടിയെടുക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ളത്. തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ ജെയ്സൺ ചാമവളപ്പിൽ. 2019 മുതലാണ് ഈ പണം തട്ടിപ്പ് നടന്നത്. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും 20 കോടി രൂപയാണ് അടിച്ചെടുത്തത്.